രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം. 2 കേസുകളിലാണ് സുപ്രീം കോടതി ഇഡിയെ കുടഞ്ഞത്. മുട ഭൂമി തട്ടിപ്പ് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്കും കർണാടക മന്ത്രിക്കും നൽകിയ സമൻസ് റദ്ദാക്കിയ കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം. ചീഫ് ജസ്റ്റിസ് BR ഗവായിയും ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനും ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത്. ദയവായി ഞങ്ങളെ കൊണ്ട് വായി തുറപ്പിക്കരുത്. അല്ലാത്തപക്ഷം ഇഡിയെക്കുറിച്ച് ചില കടുത്ത പരാമർശങ്ങൾ നടത്താൻ ഞങ്ങൾ നിർബന്ധിതരാകും. നിർഭാഗ്യവശാൽ എനിക്ക് മഹാരാഷ്ട്രയിൽ ചില അനുഭവങ്ങളുണ്ട്. നിങ്ങൾ ഈ അതിക്രമം രാജ്യത്തുടനീളം വ്യാപിപ്പിക്കരുത്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ നടക്കട്ടെ. എന്തിനാണ് നിങ്ങൾ അതിന് ഉപയോഗിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ SP രാജുവിനോടായി പറഞ്ഞു. ഇഡിയുടെ അപ്പീൽ ഹർജി കോടതി തള്ളുകയും ചെയ്തു. കക്ഷികൾക്ക് ഉപദേശം നൽകിയതിന് അഭിഭാഷകർക്ക് സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലും സുപ്രീം കോടതി ഇഡിയെ രൂക്ഷമായി വിമർശിച്ചു. സീനിയർ അഭിഭാഷകരായ അരവിന്ദ് ദത്ത, പ്രതാപ് വേണുഗോപാൽ എന്നിവർക്കാണ് ഇഡി നോട്ടീസ് അയച്ചത്. ഈ നടപടി ഞെട്ടിപ്പിക്കുന്നതാണെന്ന് കോടതി പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് BR ഗവായിയും ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനും അടങ്ങിയ ബെഞ്ചിന്റേത് തന്നെയാണ് നിരീക്ഷണം. തെറ്റായ ഉപദേശമാണ് നൽകിയതെങ്കിൽ പോലും ഉപദേശം നൽകിയതിന് എങ്ങനെ അഭിഭാഷകരെ വിളിച്ചു വരുത്താനാകുമെന്ന് കോടതി ചോദിച്ചു. ഇഡിയുടെ ഈ നടപടി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് അറ്റോർണി ജനറൽ R വെങ്കടരമണി കോടതിയിൽ അറിയിച്ചു.